ഈ ലോകത്ത് തന്നെ ഇത്രയും അരാജകത്വം നടക്കുന്ന, പ്രത്യേകിച്ചും ഈ വികസിത കേരളം, അതുപോലെ ഈ വിദ്യാഭ്യാസപരമായിട്ടും സമൂഹത്തിൽ നല്ല രീതിയിൽ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ജാതീയമായ ഒരു ചിന്താഗതി വെക്കുന്നത് തന്നെ ഈ ലോകത്തിന് അപമാനം. ഞാൻ വാഹനത്തിലാണ് ഇരിക്കുന്നത്, അത് സംഭവം ശരിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ വാഹനത്തിൽ വന്നു, കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരത്തിന്റെ ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വന്നത് കാര്യം കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ ദൂരെ പാച്ചല്ലൂരാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ അവിടെ നിന്ന് വരുമ്പോ സമരക്കാർക്ക് വാഹനത്തിൽ വരാം. ആ ഏരിയയിൽ പ്രശ്നമില്ലായിരുന്നു, കാര്യം അവിടെ നിന്നും സമരക്കാർ ഒരു വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ടാണ് കൂടുതൽ ബാധകം ആയിട്ടുള്ളത്. ഒരു സംഘടന എന്ന് പറയുന്ന KPMSന്റെ ഒരു പ്രഗത്ഭമായ ഒരു സംഘടനക്കാര് പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിൽ അത് ഈ സർക്കാരിന്റെ ഒരു സപ്പോർട്ടോടുകൂടി പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു വണ്ടികൾ ഓടൂല. ഹർത്താലിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ട് താനും. കാര്യം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ പരസ്യമായിട്ട് ജാതി അധിക്ഷേപം നടത്തി ആ കൊച്ചിന്റെ ജീവനെടുത്തതിന്റെ പേരിൽ ഒരു ഹർത്താൽ എന്നല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവന്റെയൊക്കെ വീട് കയറി അടിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം ഇത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരുന്നത്. ഇത് മറ്റൊരു സവർണ മേധാവിയുടെ ഒരു മകനായിരുന്നെങ്കിൽ ഇവരിങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അതിനുവേണ്ടി അവർ മാന്യമായ രീതിയിൽ അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പ്രതികരിച്ചിരിക്കും. അവർ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിയെ പിടിക്കാനോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് സർക്കാർ ഉൾപ്പെടെ ഇവിടുത്തെ സവർണ മേധാവിത്വം ഉൾപ്പെടെ ഇവിടുത്തെ പട്ടികവർഗക്കാര് നിസ്സാരമായി ഒതുക്കുന്ന ഒരു സംവിധാനമാണ്. കാര്യം ഇത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനൊരു പരിണാമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഒരു വിരാമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിന് പ്രതിഷേധം കൃത്യമായിട്ടും ഈ സമരം വിജയിച്ച് തന്നെ ആവണം. ഇത് ഒരു ജനപ്രക്ഷോഭ സമരമാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഇത് നാളൊരു കാലത്ത് ഒരു കാരണവശാലും ഒരു കുഞ്ഞിന് ഇതുപോലുള്ള ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ തന്നെ നമ്മള് എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇതിന് പ്രതികരിക്കണം എന്നുള്ള ഒരു മനോഭാവക്കാരനാണ് ഞാൻ. ഈ രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് വാഹനങ്ങളൊന്നും തടയില്ല എന്നുള്ളത്, പക്ഷെ രാവിലെ ആയപ്പോ വാഹനങ്ങളെല്ലാം തടഞ്ഞു. ഇല്ല, അത് ഒരു കാരണവശാലും ഈ പറയുന്നതിൽ അത് തെറ്റായ അഭിപ്രായമാണ്. കാര്യം ഒരാഴ്ചക്ക് മുമ്പേ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വാഹനങ്ങൾ പൊതുസ്ഥാപനങ്ങളും വാഹനങ്ങളും സഹകരിക്കണം. വാഹനങ്ങൾ പ്രത്യേകിച്ചും സ്വകാര്യ വാഹനങ്ങള് ഈ പൊതുനിരത്തിൽ ഇറക്കാൻ പാടില്ല. KSRTCക്കും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇത് 1-2 ദിവസത്തെ സംഭവമല്ലോ. ഇത് കാലാകാലങ്ങളിൽ ഇതിപ്പോ എങ്ങനെയായിരുന്നല്ലോ 10-15 ദിവസമായില്ലേ. ഈ 15 ദിവസമായിട്ട് എന്തുകൊണ്ട് ഈ പ്രതിയെ പിടിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട്? പ്രതി നിസ്സാരനല്ല. പ്രതികാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സ്വകാര്യ കോളേജുകളിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളും അത് പെട്ടെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ പേരിൽ നടപടിയെടുക്കുകയും അവരുടെ മെറിറ്റ് മാർക്ക് കുറയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അവർക്ക് പെട്ടെന്നൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിലാണ്. കാര്യം ഉന്നതന്മാരുടെ അടുത്ത് പിടിച്ചിരിക്കാനായിട്ട് പാവപ്പെട്ടവർക്ക് കഴിയില്ല. അപ്പൊ ആ ഒരു സംവിധാനം എന്തായാലും ഈ ഹർത്താൽ എന്ന് പറയുന്നത് പരിപൂർണ വിജയത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എല്ലാ ആൾക്കാരും സഹകരിച്ച് അതിന് കൂട്ടുനിൽക്കണമെന്നുള്ള മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്രമാത്രം ഈ ലോകത്ത് തന്നെ ഇത്രയും അരാജകത്വം നടക്കുന്ന, പ്രത്യേകിച്ചും ഈ വികസിത കേരളം, അതുപോലെ ഈ വിദ്യാഭ്യാസപരമായിട്ടും സമൂഹത്തിൽ നല്ല രീതിയിൽ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ജാതീയമായ ഒരു ചിന്താഗതി വെക്കുന്നത് തന്നെ ഈ ലോകത്തിന് അപമാനം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. രാജ്യത്തിനുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ പറയുന്ന വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങരുത്, വ്യക്തികൾ സ്വയം തീരുമാനിക്കണം എന്ന് പറയുന്നു. ചേട്ടൻ ഇപ്പൊ വാഹനത്തിലാണ് ഇരിക്കുന്നത്? ഞാൻ വാഹനത്തിലാണ് ഇരിക്കുന്നത്, അത് സംഭവം ശരിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞാൽ വാഹനത്തിൽ വന്നു, കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരത്തിന്റെ ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വന്നത് കാര്യം കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-11 കിലോമീറ്റർ ദൂരെ പാച്ചല്ലൂരാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ അവിടെ നിന്ന് വരുമ്പോ സമരക്കാർക്ക് വാഹനത്തിൽ വരാം. ആ ഏരിയയിൽ പ്രശ്നമില്ലായിരുന്നു, കാര്യം അവിടെ നിന്നും സമരക്കാർ ഒരു വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ടാണ് കൂടുതൽ ബാധകം ആയിട്ടുള്ളത്. കാര്യം ഇതില് ഒരു സംഘടന എന്ന് പറയുന്ന KPMSന്റെ ഒരു പ്രഗത്ഭമായ ഒരു സംഘടനക്കാര് പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിൽ അത് ഈ സർക്കാരിന്റെ ഒരു സപ്പോർട്ടോടുകൂടി പിന്തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു വണ്ടികൾ ഓടൂല. കാര്യം ഈ പ്രസ്ഥാനം ഇവർ നേരത്തെ ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്.
അതൊന്നും പരാജയപ്പെട്ടിട്ടൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ അപമാനപരമായ രീതിയിൽ സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്ന ഒരു അതിക്രമമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു സമൂഹത്തിന് ഈ പാവപ്പെട്ട ജനതയെ അടിച്ചമർത്തുന്ന ഒരു സംവിധാനം, അതിനൊരു എന്തായിരുന്നാലും ഒരു നീതിയുക്തമായ രീതിയിലുള്ള ഒരു അഭിപ്രായവും അതിനുള്ള നിയമവും ഉണ്ടായിരുന്നല്ലോ. നിയമം ഉണ്ടായിട്ട് ഇങ്ങനെ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഭരണസംഹിത അതിനെ നേരായ രീതിയിൽ നടത്താൻ പോലും കഴിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. നമ്മളെ ചോദ്യം അവിടെ നിൽക്കുക, ചേട്ടൻ വണ്ടിയിലാ വന്നത്. ഞാൻ വണ്ടിയിൽ വന്ന് കറക്റ്റാണ്, അല്ലാതെ എനിക്കിപ്പോ അവിടെ നിന്ന് ഇങ്ങറ്റം വരെ നടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വണ്ടിയിൽ മുന്നേ വരായിരുന്നല്ലോ, തുടങ്ങുന്നതിന് മുന്നേ വരാമായിരുന്നു. നേരത്തെ വന്ന് വണ്ടി അവിടെ വെച്ചിരുന്നു, ഇപ്പൊ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഈസ്റ്റ് കോർട്ടിലുണ്ടായിരുന്നു ഞങ്ങള്, അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാണ്.